ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഞാനിപ്പം അനീസ്ഖാൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ എൻ്റെ വീട്ടിലെത്തിയാണ് കേട്ടോ. കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടെങ്കിലും കേട്ടോ. ഞാൻ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ രാവിലെ ഹോർലിക്സും പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇപ്പോൾ കുടിക്കലില്ല കേട്ടോ. സാധാരണ നമ്മളെ ഭക്ഷണം തന്നെയാണ് കഴിക്കലുള്ളത്. അപ്പോൾ ഇന്നമ്മ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറാണ് കേട്ടുള്ളത്. അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നാമത് വിശക്കാനും കാരണം. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല വിശപ്പുണ്ടാവും. പിന്നെ കുറച്ച് ഇഡ്ഡലി മാവ് ബാക്കിയുണ്ട്. അപ്പം അമ്മ പറഞ്ഞ് അത് വെച്ചിട്ട് പണിയാരം ഉണ്ടാക്കണം. കാരണം എൻ്റെ അനിയനക്ക് പണിയാരാണ് കൂടുതൽ ഇഷ്ടം. അവനക്ക് ദോശ പണിയാരം അങ്ങനത്തതാണ് ഇഷ്ടം ഇഡ്ഡലിനേക്കാളും. ഇമ്മ ഇതാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനാക്കിയോളാന്ന്. കാരണം എനിക്കെന്നാൽ പിന്നെ റെസിപ്പിയും ഷൂട്ട് ചെയ്യാമല്ലോ. ഇത് കുറേ പേരായിട്ട് ചോദിക്കലുണ്ടായിരുന്നു പണിയാരത്തിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ രാവിലെ ലേറ്റായിട്ട് എണീക്കുമ്പോൾ അതിനും അതെല്ലാം ആക്കലുണ്ട്. അങ്ങനെ ഇന്നൊരു ടൈം കിട്ടിയതാണ്. അപ്പോൾ ഒരു വലിയ ഉള്ളിയും പിന്നെ കുഞ്ഞ് പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളകൊക്കെ എടുക്കുക. നമ്മളിവിടെ ഒരു തീരെ പറ്റില്ല, അതുകൊണ്ടാണ് ഒറ്റൊന്ന് മാത്രം എടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ആദ്യം കടുക് പൊട്ടിച്ചാണ്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്നിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്നിങ്ങനെ കളർ മാറി തുടങ്ങുമ്പം നമുക്ക് ഇഞ്ചി മുറിച്ച് വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം നല്ല കുലുങ്ങുന്ന പറഞ്ഞ മാതിരി മുറിച്ചെടുക്കണേ. എന്നിട്ട് പിന്നെ ഇഞ്ചി ജസ്റ്റ് ഒന്നിങ്ങനെ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അതിനുശേഷം ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഡ്ഡലിൻ്റെ ബാറ്റർ എത്ര കുറച്ച് ബാക്കിയുണ്ടെങ്കിലും നമ്മളിതുപോലെ പണിയാരം ഉണ്ടാക്കും കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കുഞ്ഞല്ലേ, തിന്നാൻ നല്ല സുഖമാണ്. അങ്ങനെ ഈ ഉള്ളി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. വല്ലാതെ അങ്ങനെ മൂപ്പിക്കണം എന്നില്ല കേട്ടോ. ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതിൽ ചെറിയ ജീരകം ചേർക്കണവരുണ്ട്, അതുപോലെ കായത്തിൻ്റെ പൊടി ചേർക്കും, തേങ്ങ ചേർക്കും, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതൊക്കെ ചേർക്കലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് മാത്രമേ ഇടണുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചതും അതുപോലെ തന്നെ മല്ലിയില മുറിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അത് നമുക്ക് ഇഡ്ഡലിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പം നമ്മൾ തേങ്ങ ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ. അത് ഒന്നും ചേർക്കാതെ ജസ്റ്റ് ആ ഇഡ്ഡലിൻ്റെ ബാറ്റർ മാത്രമായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട്. എല്ലാം ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ആ പുറംഭാഗം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇത് ഓയിലും പിന്നെ നെയ്യും കൂടെ മിക്സ് ചെയ്തതാണ്. അത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ചട്ടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇങ്ങനെ മിക്സാക്കി വെച്ച് തന്നിട്ടുള്ളതാണ്. അപ്പം ഇനി അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതാണ് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി. ഇതിൽ പറയുകയാണെങ്കിൽ ഉണ്ണിയപ്പം മാത്രം ഉണ്ടാക്കിയിട്ടില്ല, ബാക്കി എല്ലാ ഐറ്റംസും നമ്മളിതിൽ ട്രൈ ചെയ്ത് നോക്കലുണ്ട്. ഇങ്ങനെ മിനി പാൻ കേക്ക്സ്, അതുപോലെ പണിയാരം, പിന്നെ വേറൊരു സ്നോ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതെല്ലാം ഇതിൽ ചെയ്യലുണ്ട് കേട്ടോ. പക്ഷേ ഉണ്ണിയപ്പം മാത്രം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ആ ഓയിലും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള അതുണ്ടല്ലോ, അതാണ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇങ്ങനെ നല്ലോണം നിറഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊന്തി വരും, നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാത്തിലും ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് അടിച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ടിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നത് കാണും. വല്ലാതെ അങ്ങനെ ആവാൻ നിൽക്കണം കേട്ടോ. ഇപ്പം ഞാൻ മറിച്ചിടുമ്പം കുറച്ചധികം ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അതായത് നല്ലോണം കളർ മാറി വന്നിട്ടുണ്ടായിന്. ഇത്രയൊക്കെ അങ്ങോട്ട് മാറാൻ നിൽക്കണ്ട. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അതെല്ലാം കൂടെ മറിച്ചിട്ടതിന് ശേഷം പിന്നെയും അടിച്ച് വെച്ചിട്ട് വേവിക്കുക. ഇപ്പം അടിച്ച് വെക്കണമെന്ന് വലിയ നിർബന്ധമില്ല. കുറച്ചും കൂടെ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് വേവിക്കണം തന്നെയാണ് കേട്ടോ നല്ലത്. അങ്ങനെ എല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഈ ബാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇത് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്ത ബാച്ചും ഞാനിപ്പോൾ അതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ 2 ബാച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി ബാറ്റർ നമ്മൾ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. കാരണം അനിയനക്ക് മാത്രം മതിയേനോ. പിന്നെ ഇതെല്ലാവർക്കും കൂടെ ഉണ്ടാക്കിക്കുകയാണെങ്കിൽ ഇഡ്ഡലി വേസ്റ്റ് ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറും 2 ബാച്ച് മാത്രമാണ് നമ്മളാക്കിയിട്ടുള്ളത്. ഈ സമയമൊക്കെ മോന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കിച്ചണിൽ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓൻ്റെ കൂടെ തന്നെ വേണം എപ്പോഴും. പിന്നെ ഇവിടെ വരുമ്പം അനിയൻ നല്ലോണം എടുത്ത് കൊണ്ടെടുക്കും. അപ്പോൾ ഇവനക്ക് നല്ല ഇഷ്ടമാണ് ഓൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്.
അപ്പോൾ നമ്മളെ പണിയാരം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് ഉൾഭാഗം ഉണ്ടാവുക, എന്നാൽ പുറംഭാഗം കുറച്ച് ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല രസം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മുരിഞ്ഞ് നിൽക്കുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇഡ്ഡലിൻ്റെ ബാറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി കട്ടിയായിട്ട് പോകുമെന്നൊക്കെ. നല്ല സോഫ്റ്റാണ് കേട്ടോ ഉൾഭാഗം ഉണ്ടാവൽ. അപ്പോൾ മോനെ എണീക്കുന്നതിന് മുന്നായിട്ട് തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കിച്ചണിൽ വന്ന പാടെ തന്നെ പറഞ്ഞിട്ടില്ലേന് വിശക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് ഞാനൊരു ഇഡ്ഡലി കഴിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പം 2 ഇഡ്ഡലിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ സാമ്പാറും എടുക്കുന്നുണ്ട്. നമ്മളെ പണിയാരത്തിലേക്ക് സാമ്പാറിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചട്നിയാണ് കേട്ടോ. അതായത് ഈ മുളകും പിന്നെ ഉള്ളിയൊക്കെ ചുട്ടരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചട്നി ഉണ്ടല്ലോ, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. തേങ്ങാ ചട്നിയും ഓക്കെയാണ്, രസമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചട്നി ഉണ്ടെങ്കിൽ സൂപ്പറാവും കേട്ടോ. ഇപ്പം നമുക്ക് സാമ്പാറാണുള്ളത്. അങ്ങനെ ഞാൻ ഇഡ്ഡലി കഴിച്ചതിന് ശേഷം പിന്നെ പണിയാരം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. മോൻ എണീക്കുന്നതിന് മുന്നേ വേഗം തന്നെ കഴിക്കുകയാണ്. പിന്നെ ഇതെനിക്ക് ന്യൂഡ് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. കുറേ കാലമായിട്ടുണ്ടായിരുന്നു ഇതിവിടെ കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഇതിങ്ങനെ ഡയമണ്ട് ഗ്ലോ ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. എല്ലാതും വരുന്നുണ്ട്. നമുക്ക് ക്ലെൻസിങ് മിൽക്ക് മുതൽ അവസാനം സൺസ്ക്രീന് വരെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞു സാഷേ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഒരു 30 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റണല്ലേ. അപ്പോൾ ഒന്ന് ഇട്ട് നോക്കാൻ പോവാണ്. ആദ്യം ക്ലെൻസിങ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ നമ്മൾ ഫേസിലിട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു തുണി വെച്ചിട്ട് നമുക്ക് ഫേസ് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് മുഖം കഴുകുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നനവുള്ള തുണിയാണ്. അതിന് ശേഷം പിന്നെ ഫേസ് സ്ക്രബാണ് കേട്ടോ ഇടുന്നത്. അതും 2 മുതൽ 5 മിനിറ്റ് വരെ ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള നിലക്ക് ചെയ്യണതാണ്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് മസാജ് ക്രീമാണ്. അതൊരു 3 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഫേസിലിട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതൊരു നനഞ്ഞ തുണി വെച്ച് തുടച്ചതിന് ശേഷം പിന്നെ ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇടുന്നത്. ഇത് 4 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ അങ്ങനെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഇടുക. ഇനി ഈ ഫേസ് മാസ്ക് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് സീറമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ ആ ഒരു സാഷയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അവസാനം സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വീട്ടിൽ നിന്നാണെങ്കിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ശരിക്കും ഒരു ഫംഗ്ഷൻ്റെ മുന്നൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മോനെ വേഗം ഫീഡൊക്കെ ചെയ്തിട്ട് ഉമ്മയുടെ അടുത്ത് കൊടുത്തേന്. എന്നിട്ടിപ്പം കിച്ചണിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിക്ക് അധികം ഇങ്ങനെ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കലുള്ളത്. കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യലുള്ളത്. ഞാൻ മുന്നേ റെസിപ്പീസൊക്കെ എന്നൊന്ന് പറഞ്ഞ പോലെ ഇടേനു കേട്ടോ. 1 മിനിറ്റ് റെസിപ്പീസ് ഇൻസ്റ്റഗ്രാമിൽ ഇടലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ ആയതിനു ശേഷം അങ്ങനെ ഇൻസ്റ്റഗ്രാമിലുള്ള പോസ്റ്റിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും വീണ്ടും തുടങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം റെഡിയാക്കുകയാണ്. എൻ്റെ വീഡിയോ പരിപാടിയുടെ ഇടയിലായിട്ട് ഇപ്പം അനീസ്ക വന്നതാണ്. നമ്മൾ അനീസ്കൻ്റെ ജ്വല്ലറിയിൽ നിന്ന് മോൻക്ക് ഇങ്ങനെ സിൽവറിൻ്റെ ബ്രേസ്ലെറ്റും അതുപോലെ മാലയൊക്കെ വാങ്ങിനു കേട്ടോ. അപ്പം അത് വലിപ്പം കൂടുതലായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിനു. അതും കൊണ്ടിപ്പോൾ വന്നതാണ്. ഇങ്ങനത്തെ ഈ ഒരു ചെയിൻ പോലത്തെ ബ്രേസ്ലെറ്റാണ് ഞാൻ മോൻക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരെണ്ണുണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇത് ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയിലാട്ടോ. കുഞ്ഞിതായതുകൊണ്ട് മോൻക്ക് അങ്ങനെ പറ്റുന്നില്ലേനി. മീൻസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ഓൻ കൈ തട്ടുന്നതുകൊണ്ട് വല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേനി. അപ്പം ഇങ്ങനത്തെ ഈ കുഞ്ഞു ടൈപ്പ് കനീസ്കൻ്റെ ജ്വല്ലറിയിലുണ്ട്. പിന്നെ കരിമണി വെച്ചിട്ടുള്ളതുണ്ട് കേട്ടോ. ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിൻ്റെ റേറ്റ് ചോദിച്ചിനി. അത് നിങ്ങൾ കലിമൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. എത്ര ഗ്രാമാണ് അങ്ങനെയൊക്കെ പറഞ്ഞുതരും. പിന്നെ കസ്റ്റമൈസേഷനും ഒക്കെ അവൈലബിൾ ആണ്. ഗോൾഡിലും ഒക്കെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മോൻക്കിടാനുള്ള ആ ഒരു പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞിതായതുകൊണ്ട് നമ്മൾ ആ ഹുക്ക് പിടിച്ചിട്ടിടുമ്പോഴത്തേനും അത് വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം വെച്ചിട്ട് അനീസ്ക ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ മോൻക്ക് ഇടങ്ങേറായി, ഓനക്ക് അറിയാനും തുടങ്ങിയിട്ടുണ്ടേനോ. അങ്ങനെ അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ അത് പിടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ലൂസായിട്ട് തന്നെയാണ് കിടക്കണത്. പക്ഷേ ഇടുമ്പം നമുക്ക് കുറച്ചൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മാലയും അതുപോലെ തന്നെ വേറൊരു ബ്രേസ്ലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കാണിച്ചു തരാം. മാല ഇങ്ങനത്തെ ഈ ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത്. ഇനി ബ്രേസ്ലെറ്റ് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിരുന്നു എവിടുന്നാണ് ചെയ്യിപ്പിച്ചതെന്ന്. ഇത് ശരിക്കും ഞാൻ വേറൊരു പേജിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ ആ പേജിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഇവരുടെ അനീസ്കൻ്റെ ജ്വല്ലറിയിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അന്ന് അവിടെ തിരക്കായതുകൊണ്ടേനു ഞാൻ വേറൊരു പേജിൽ കൂടെ ചെയ്യിപ്പിച്ചത്.
അപ്പോൾ ഇത് മോൻ്റെ പേര് നോഹ് എന്ന് എഴുതിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. ഇത് വന്ന സമയത്ത് നല്ല വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഞാൻ അനീസ്കൻ്റെ അടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതേനു. എനിക്കിങ്ങനെ കുഞ്ഞ് ചെയിൻ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ് കുറച്ചും കൂടെ ഇഷ്ടം. ഒരു കുഞ്ഞല്ലേ, അപ്പം അതാണ് കുറച്ചും കൂടെ മാച്ചായിട്ട് നിൽക്കുക. പിന്നെ ഇതാണ് ചെയിൻ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ. ആ പേരെഴുതിയ ബ്രേസ്ലെറ്റ് മാത്രമേ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളേനു കേട്ടോ. ഇവിടെ അനിയന്മാർക്കൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ ബ്രേസ്ലെറ്റും മാലയൊന്നും ഇട്ട് കൊടുക്കണേൽ. അപ്പം എനിക്കും വലിയൊരു ഇഷ്ടമില്ല, എന്നാലും ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കുഞ്ഞു മക്കൾക്ക് ഒന്നുകൂടെ ആത്തതാണ് എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ പിന്നെ മോനെ ഇനി ഉറക്കാനായിട്ട് പോവാണ്. ഓൻ്റെ കുളിയും മാറ്റലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അധികം ഉറക്കൽ. ഫീഡ് ചെയ്തതിന് ശേഷം മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടി തട്ടി ഉറക്കുകയാണ് ചെയ്യലുള്ളത്. തൊട്ടിലിട്ടിട്ട് ഇങ്ങനെ കുറേ സമയം ആട്ടിക്കഴിഞ്ഞാൽ അത് ഇവർക്ക് ശീലമാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യലില്ല. ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് തൊട്ടിൽ വെക്കലുള്ളത്. മോൻ ഉറങ്ങിയതിന് ശേഷം ഇനിയിപ്പം നേരത്തെ എടുത്തിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ് ഞാൻ ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യണതെന്ന്. ഞാൻ iMovie പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇത് ആപ്പിളിൻ്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. ആപ്പിളിൻ്റെ ഡിവൈസസിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഐപാഡിൽ വെച്ചിട്ടാണ് ചെയ്യൽ. ആദ്യമൊക്കെ ഫോൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഐപാഡ് വാങ്ങിയതിന് ശേഷം ഇതിൽ തന്നെയാണ് ചെയ്യലുള്ളത്. കുറച്ചും കൂടെ വലിയ സ്ക്രീനൊക്കെ അല്ലേ, അപ്പോൾ കണ്ണിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അതിൽ എഡിറ്റ് ചെയ്യാണ്. ഇത് ഞാൻ മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അതിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ സാമ്പിൾ പോലെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആമസോൺ വഴി ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. മോൻക്കൊരു സ്ട്രോളർ. അപ്പം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഓനെങ്ങനെ പിടിച്ചിട്ട് എടുത്തുകൊണ്ട് നടക്കുന്നതിനേക്കാളും സുഖം ഇങ്ങനെ സ്ട്രോളറിൽ വെക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എൻ്റെ അടുത്ത് ക്യാരി കോട്ട് ഉണ്ട്, പക്ഷേ ക്യാരി കോട്ടിനേക്കാളും സുഖം ഇങ്ങനെ സ്ട്രോളർ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം അനിയനും കസിനും കൂടെ അതിങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം മോൻ അതിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, എല്ലാം വർക്കിംഗ് ആണോ പ്രോപ്പർ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. മോനെ ഡോക്ടറെ കാണിക്കാനുണ്ടേനു. ഓനക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടേനി. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്നൊക്കെ ഉണ്ടേനു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പം റിവ്യൂവിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. 4 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം അങ്ങോട്ടേക്കും പോവാം. പിന്നെ അതുകൂടാതെ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിനും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. റിലയൻസിലൊക്കെ നല്ല ഓഫറുണ്ട്, അപ്പോൾ ഒന്ന് കേട്ടപ്പോൾ പോയി നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ക്യാരി കോട്ട്. ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമുക്കൊരു 3 മാസം വരെയൊക്കെ കുട്ടികളെ ഇതിലിട്ടിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റും. ഷോപ്പിങ്ങിനും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ടാവാം. ഇപ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിത് കൂടുതലായിട്ടും കാർ സീറ്റ് പോലെയാണ് ഉപയോഗിക്കുന്നത്. മോനെ കാറിൽ പോകുന്ന സമയത്ത് അതിൽ കിടത്തിയിട്ടാണ് ഉറക്കലിൽ. ഈ ക്യാരിക്കോട്ട് അധികം നമ്മൾ കാറിൽ തന്നെയാണ് കേട്ടോ വെക്കലുള്ളത്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്കതിങ്ങനെ വെച്ചിട്ട് ഒരിങ്ങനെ ആട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ മോൻ അങ്ങനെ ഒന്നും ഇരിക്കൂല കേട്ടോ, അതുകൊണ്ട് നമ്മൾ കാറിൽ നിന്ന് മാത്രമാണ് ഇത് യൂസ് ചെയ്യൽ. പിന്നെ ഈ ക്യാരിക്കോട്ട് എൻ്റെ കസിൻ്റെ ഗിഫ്റ്റ് ചെയ്യുന്നു കേട്ടോ. മോൻക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ്. ആമസോൺ കൂടെയാണ് വാങ്ങിച്ചത്. അറൗണ്ട് ഒരു 2000 റുപ്പീസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറഞ്ഞിട്ടുള്ളതും പിന്നെ നല്ലോണം കൂടിയിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്. നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാണാനായിട്ട് പറ്റും. അതിൽ ഞാനിങ്ങനെ ഈ ഒരു ടവൽ യൂസ് ചെയ്യും. ടർക്കി യൂസ് ചെയ്തിട്ടാണ് കുട്ടീനെ കിടത്തലുള്ളത്. അപ്പോൾ നല്ല സുഖമായിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം മാത്രമേ ആൾ കിടക്കുള്ളൂ. പിന്നെ ഇങ്ങനെ കരയാനായിട്ടും ഇളകി കളിക്കലൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇപ്പോൾ ഇതൊരു പതിവായിട്ടുണ്ട്. ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ചായ കുടിക്കും. നല്ല രസമാണല്ലോ. ഇതിപ്പം കട്ട്ലറ്റും പിന്നെ മയണൈസും ചട്നിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് കേട്ടോ പിന്നെ ഷോപ്പിങ്ങിനായിട്ട് പോണത്. അപ്പോൾ ഹോസ്പിറ്റലിലുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പം ട്രെൻഡ്സിലെത്തിയിട്ടുണ്ട്, റിലയൻസിൻ്റെ ട്രെൻഡ്സിൽ. ഇവിടെ എന്തൊക്കെ ഓഫർ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാ ക്യാരിക്കോട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് മോനെ ക്യാരി ചെയ്തിട്ട് പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ കുട്ടീനെ അതിലിരുത്തിയാൽ മതി. നമ്മളിങ്ങനെ എടുത്ത് കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനും ഉമ്മ ഇങ്ങനെ ഡ്രസ്സസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികം മാക്സ് എന്നാണ് കേട്ടോ എടുക്കൽ. മാക്സിലിങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബട്ടൺ ഉള്ളതൊക്കെ കിട്ടലുണ്ട്. അപ്പം ഇവിടെയും അതുപോലത്തതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ബട്ടണൊന്നും ഓപ്പൺ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കണോ വേണ്ടേ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മളവിടെ ഹുക്ക് വെച്ച് കൊടുക്കേണ്ടി വരും ഏതെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പം ബട്ടണുള്ള ഡ്രസ്സസ് ഞാനും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഓഫർ ഉണ്ടെങ്കിലും അങ്ങനെ വല്ലാതൊരു സെലക്ഷനുള്ള പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ. ചിലതിലൊന്നും സൈസ് അവൈലബിൾ അല്ലേനു. ഞാൻ ആദ്യമൊക്കെ സ്മോളേനും എടുത്തിട്ടുണ്ടായത്, ഇപ്പോൾ പിന്നെ ലാർജ് വേണം. ഡെലിവറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ലാർജാണ് ഇപ്പോൾ എടുക്കലുള്ളത്. പിന്നെ ഇതാ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട്. ഇവിടുന്ന് ഞാൻ ലെഗിൻസ് എടുത്തിനു കേട്ടോ. പക്ഷേ ഇവിടുത്തത് കുഴപ്പമില്ല എന്ന് പറയാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോട്ടൺ പോലത്തതല്ല, ഒരു മിക്സ് ആയിട്ട് വരുന്നതാണ്. മാക്സിൽ നിന്ന് എടുക്കുന്നത് നല്ല ലെഗിൻസാണ് കേട്ടോ, നല്ല കോട്ടൺ ആയിട്ടുള്ളതാണ് എനിക്ക് കിട്ടലുള്ളത്. അപ്പം ഞാൻ ഇവിടുന്ന് അതുപോലത്തതാണെന്ന് വിചാരിച്ചിട്ട് ഒരു 3-4 കളറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കോട്ടൺ ആയില്ല. അങ്ങനെ ഇപ്പോൾ ഓരോ ഡ്രസ്സും ഞാനിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രസം തോന്നും, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അത്ര രസം തോന്നുന്നില്ല. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട്. അനിയനിത് അവിടെ സൈഡിൽ മോനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവനാണ് അധികം നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് മോനെ നോക്കലൊക്കെ അനിയൻ തന്നെ ആണ്. ഇങ്ങനെ സ്ലിറ്റുള്ള ടോപ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഓഫർ ഉണ്ടായിരുന്നു അതിന്. പക്ഷേ എനിക്കിങ്ങനെ ഫീഡ് ചെയ്യാനുള്ളതായതുകൊണ്ട് നമ്മൾ പിന്നെ അത് കൊടുത്തിട്ട് നന്നാക്കിയൊക്കെ വേണ്ടി വരും. അതായത് സിബ് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹൂക്കൊക്കെ വെക്കേണ്ടി വരും. അപ്പം ഞാൻ അത് വല്ലാതെ നോക്കിയിട്ടില്ല. ബാക്കി ഇങ്ങനെ പുറത്തേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഉണ്ടല്ലോ, നല്ല ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫുൾ ഡ്രസ്സായിട്ട് വരുന്നത്, ആ ടൈപ്പ് ഒരു 2-3 എണ്ണം ഞാൻ എടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ലെഗിൻസും എടുത്തിട്ടുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഏതാണ്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞേനു കേട്ടോ. അപ്പം അനിയനത് ബില്ലടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒന്നിങ്ങനെ ചുറ്റി നോക്കുകയാണ്, ഏതെങ്കിലുമൊക്കെ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ഡ്രസ്സസൊക്കെ എനിക്ക് തീരെ ഫിറ്റ് ആവുന്നില്ല. കാരണം നമ്മളെ ബോഡി ഷേപ്പ് കംപ്ലീറ്റ് മാറുമല്ലോ ഡെലിവറി കഴിയുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഡ്രസ്സ് എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വീണ്ടും ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ലേനോ. നമ്മൾ നോക്കുമ്പം ഇഷ്ടപ്പെട്ട കളറിൽ സൈസ് അവൈലബിൾ ആവില്ല, അല്ലെങ്കിൽ സൈസ് കിട്ടുമ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടുണ്ടേനു കേട്ടോ. ഈ സമയത്തൊക്കെ മോന് നല്ല ഉറക്കേനു കേട്ടോ. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിയാനായപ്പം ഓനൊന്ന് ചെറുതായിട്ട് എണീറ്റിട്ടുണ്ട്. അപ്പം ആ എണീറ്റ സമയത്ത് പിന്നെ ആൾ ക്യാരിക്കോട്ടിലൊന്നും കിടക്കില്ല, ഓനക്കിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. അപ്പം നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കേനു. പിന്നെ അതാ ഇനി വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ പിന്നെ സമയമൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ മഗ്‌രിബൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോണത്. വീട്ടിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ മോൻക്ക് വേണ്ടിയിട്ട് ആവി പിടിക്കാൻ പോവാണ്. മോൻക്ക് എല്ലാം മാറിയിട്ടുണ്ട്, പക്ഷേ ഒരു ഡോസും കൂടെ ബാക്കിയുണ്ടായിരുന്നു ഇങ്ങനെ ആവി പിടിക്കാനുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം നെബുലൈസർ ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആവി പിടിക്കൽ നടക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമല്ലോ. 2 നേരം ഇവനക്ക് ആവി പിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുണ്ടായത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ നേരം നമ്മൾ ഹോസ്പിറ്റലിലേക്കായിട്ട് ഇങ്ങനെ നടക്കേണ്ടി വന്നിനി. പിന്നെ ഇതാ ഇനി മോനെ ഇതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഉറങ്ങിയേനു. അപ്പോൾ ഞാനിതെല്ലാം ആക്കുന്ന സൗണ്ട് കേട്ടിട്ട് ആൾ എണീറ്റിട്ടുണ്ട്. ഇങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ അധികം ആവി പിടിപ്പിക്കലുള്ളത്, അല്ലെങ്കിൽ ഇവനിതാ ഇതേപോലെ ഇങ്ങനെ തട്ടിക്കളിക്കും. ഇഷ്ടമല്ല, മുഖത്തിങ്ങനെ ഒരു സാധനം വെച്ച് കൊടുക്കുമ്പം കുട്ടികളല്ലേ, അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ലല്ലോ. ഞാനെങ്ങനെയെങ്കിലൊക്കെ ഒരു വിധത്തിൽ പിടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ മോൻ ഒന്നുകിൽ പ്ലേ ജിമ്മിൽ കിടത്തും, അല്ലെങ്കിൽ ഇങ്ങനെ ഓനക്ക് ബുക്സൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പം കുറേ പേര് ചോദിച്ചിരുന്നു മോൻക്ക് എങ്ങനത്തെ ബുക്സാണ് വാങ്ങിച്ചതെന്ന്. എനിക്കും ഇതിനെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഇല്ലേനെ. അപ്പം ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. അവർക്ക് ഇതൊക്കെ നല്ലോണം അറിയാം. ഒരു ബുക്സായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. പ്രീ ലവ്ഡ് ബുക്സാണ് കേട്ടോ, യൂസ്ഡ് ബുക്സാണ് നമുക്ക് കിട്ടുക ഓരോരുത്തുനിന്ന്. അപ്പം ഞാൻ ഓരോട് പറഞ്ഞിട്ട് ഒരു 2-3 ബുക്സ് മോൻക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ 3 എണ്ണമാണിത്. ഇതിലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇമേജസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ മോനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ തന്നെ മനസ്സിലാവും മോനിക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ പേജിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം, ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുള്ളാണ്. എല്ലാ ഏജിലുള്ള മക്കൾക്കും പറ്റിയിട്ടുള്ള ബുക്സൊക്കെ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ വല്യപ്പ വന്നിട്ടുണ്ടായിരുന്നു. വല്യപ്പ പറഞ്ഞാലും മൂത്താപ്പേന്. വല്യപ്പൻ്റെ കൂടെ മോനെ നല്ലോണം കളിക്കും കേട്ടോ. നല്ല ഇഷ്ടമാണ്, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കലൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്